ഹായ് കുട്ടികളെ, നിങ്ങൾ 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു നോട്ട്സാണിത്. ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറണ്ട് എന്ന ഈ ചാപ്റ്ററിൻ്റെ ഒരു ക്വിക്ക് റിവിഷനാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചേ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് of a solenoid carrying current. Answer: increase the number of turns, increase the strength of the current flow, use soft iron as the core, increase the area of cross section of the solenoid. Second question, difference between bar magnet and solenoid. Bar magnetinde magnetism എങ്ങനെയാണ്? പെർമനൻ്റ് ആണ്. മാഗ്നറ്റിസം ഇസ് പെർമനൻറ്റ്. സോളിനോയിഡിൽ മാഗ്നറ്റിസം ഈസ് ടെമ്പററി. ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് മാഗ്നറ്റാണ്. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റാണ്. ഇറ്റ് ആക്ട്സ് ആസ് എ മാഗ്നറ്റ് വെൻ കറണ്ട് പാസ്ഡ് ത്രൂ ഇറ്റ്. ബാർ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ്, ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വളരെ വീക്കാണ്. സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആണ്. ബാർ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് നമുക്ക് ചേഞ്ച് ചെയ്യിക്കാൻ പറ്റും. അതിനകത്ത് കറണ്ടിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്തും ചേഞ്ച് ചെയ്യും. നമ്പർ ഓഫ് ടേൺസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യും. പിന്നെ ബാർ മാഗ്നറ്റിൻ്റെ പൊളാരിറ്റി എപ്പോഴും ഫിക്സ്ഡ് ആണ്. നോർത്ത് പോൾ എപ്പോഴും നോർത്ത് പോൾ ആയിരിക്കും, സൗത്ത് പോൾ എപ്പോഴും സൗത്ത് പോൾ ആയിരിക്കും. പക്ഷെ സോളിനോയിഡിൻ്റെ പൊളാരിറ്റി നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദി മോട്ടോർ റൂൾ. മോട്ടോർ റൂൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മോട്ടോർ. എ ഫ്രീലി സസ്പെൻഡഡ് current carrying conductor when kept in a magnetic field moves when current flows through it. ആ കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴേക്കും ആ കണ്ടക്ടർ എന്ത് ചെയ്യാൻ തുടങ്ങും? ഫ്ലോ ചെയ്യാൻ തുടങ്ങും. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ദി കണ്ടക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ സെയിം, ഇൻ വിച്ച് വേ വിൽ കണ്ടക്ടർ മൂവ്? ഡയറക്ഷൻ ഓഫ് കറണ്ടും ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡും സെയിം ആണെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് കണ്ടക്ടർ മൂവ് ചെയ്യുന്നതെന്ന്? കണ്ടക്ടർ ഡസൻറ്റ് മൂവ്. ഫൈൻഡ് ദ ഓഡ് വൺ ഇൻ ദി ഗ്രൂപ്പ് ആൻഡ് റൈറ്റ് ദി റീസൺ. വോയിസ് കോയിൽ, ഫീൽഡ് മാഗ്നറ്റ്, സ്ലിപ്പ് റിംഗ്, ആർമേച്ചർ. ഇതിൽ ഓഡ് വൺ ഏതാണ്? വോയിസ് കോയിലാണ്. അതേഴ്സ് ആർ പാർട്സ് ഓഫ് മൈക്രോഫോൺ. ബാക്കിയെല്ലാം മൈക്രോഫോണിൻ്റെ പാർട്സാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, സ്ലിപ്പ് റിംഗ് AC ജനറേറ്റർ ആണെങ്കിൽ DC ജനറേറ്ററായിട്ട് കണക്റ്റ് ആയിട്ടിരിക്കുന്ന ഏതാണ്? സ്പ്ലിറ്റ് റിംഗ് ആണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, വോയിസ് കോയിൽ യൂസ് ചെയ്യുന്നത് ലൗഡ് സ്പീക്കറിലാണ്, മറ്റെല്ലാ പാർട്സും യൂസ് ചെയ്തിരിക്കുന്നത് മൈക്രോഫോണിലാണ്. ഇനി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. വെൻ കറണ്ട് പാസ് ത്രൂ എ കണ്ടക്ടർ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് അറൗണ്ട് ഇറ്റ്. വാട്ട് റൂൾ ഹെൽപ്സ് ടു ഫൈൻഡ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന റൂൾ ഏതാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് മെയ്ഡ് യൂസ്ഡ് ഓഫ് ഇൻ എ സോളിനോയിഡ്? മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ കമ്പോണൻസ് ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടർ? ഇലക്ട്രിക് മോട്ടറിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? മാഗ്നറ്റിക് പോൾസ്, ആർമേച്ചർ, സ്പ്ലിറ്റ് റിംഗ്സ്, ഗ്രാഫൈറ്റ് ബ്രഷസ് ആൻഡ് ആക്സിസ്. ലിസ്റ്റ് സം ഡിവൈസസ് വിച്ച് യൂസ് ഇലക്ട്രോമാഗ്നറ്റ്സ്. ഇലക്ട്രോമാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്ന ഡിവൈസസ് ഏതൊക്കെയാണ്? ഇലക്ട്രിക് ബെൽ, MCB, ELCB, ജനറേറ്റർ, ക്രെയിൻ. ഇവിടെ എല്ലാം ഇലക്ട്രോമാഗ്നറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫിഗർ കണ്ടല്ലോ, ശ്രദ്ധിക്കുക. ഇനി ക്വസ്റ്റ്യൻ വായിക്കാം. ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ അറ്റ് വൺ എൻഡ് ഓഫ് എ സോളിനോയിഡ് ഈസ് ഗിവൺ അബവ്. ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു ഒരു സോളിനോയിഡിൻ്റെ ഒരു എൻഡിലൂടെ കറണ്ട് കടന്നു പോകുന്നതിൻ്റെ ഡയറക്ഷൻ കാണിച്ചിരിക്കുകയാണ്. ഇത് ഏത് പോളിനെ സൂചിപ്പിക്കുന്നു? വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ ആൻഡ് മാഗ്നറ്റിക് പൊളാരിറ്റി? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? സൗത്ത് പോളാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ ആൻഡ് മാഗ്നറ്റിക് പൊളാരിറ്റി. The end of the solenoid through which current flows in the clockwise direction is south pole. കറണ്ട് ക്ലോക്ക് ഡയറക്ഷനിൽ കറങ്ങുന്നുണ്ടെങ്കിൽ അത് സൗത്ത് പോളാണ്. എൻഡ് ത്രൂ വിച്ച് കറണ്ട് ഫ്ലോസ് ഇൻ ദി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഈസ് നോർത്ത് പോൾ.
അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ വർക്കിംഗ് ഓഫ് എ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ. മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്? അപ്പം ഞാൻ ആരുമായിട്ട് കാണിച്ചിട്ടുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ആദ്യം എന്താണ്? ഇലക്ട്രിക്കൽ പൾസസ് ഫ്രം എ മൈക്രോഫോണിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ പൾസസ് വരുന്നു. ഇലക്ട്രിക്കൽ പൾസസ് ആർ സ്ട്രെങ്തൻഡ് യൂസിങ് ആൻ ആംപ്ലിഫയർ ആ പൾസസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. സ്ട്രെങ്തൻഡ് ഇലക്ട്രിക്കൽ പൾസസ് ആർ സെൻഡ് ത്രൂ വോയിസ് കോയിൽ ഓഫ് എ ലൗഡ് സ്പീക്കറിൻ്റെ വോയിസ് കോയിലൂടെ സ്ട്രെങ്തൻ ചെയ്ത ഇലക്ട്രിക് പൾസസിനെ കടത്തിവിടുന്നു. അതിന് ശേഷം പിന്നീട് എന്ത് സംഭവിക്കുന്നു? വോയിസ് കോയിൽ ഇൻ which is placed in the magnetic field. Voice coil which is placed in the magnetic field moves to and fro rapidly in accordance with the electrical pulses. ആ വോയിസ് കോയിൽ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡിലാണ് വോയിസ് കോയിൽ വെച്ചിരിക്കുന്നത്. ഇലക്ട്രിക് പൾസസ് വരുന്നതിനനുസരിച്ച് അത് മുന്നോട്ടും പുറകോട്ടും റാപ്പിഡായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതെന്ത് സംഭവിക്കും? ആ മോഷൻ മേക്ക് ഡയഫ്രം വൈബ്രേറ്റ്. അതിനനുസരിച്ച് അടുത്തിരിക്കുന്ന ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും, thereby reproducing sound. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ നോട്ട്സ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ചാപ്റ്ററിൻ്റെ നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.